ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റഹീസ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ സിമ്പിളായ റെസിപ്പി ചെയ്യുന്നത് ഡയബറ്റീസുകാർക്ക് വേണ്ടിയാണ്. വളരെ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ റൈസ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇതിനായി ഞാനിവിടെ 1/2 കപ്പ് ചെറുപ്പയറും 1 ടീസ്പൂൺ ഉലുവയും മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉലുവയിൽ ഫൈബർ അടങ്ങിയതിനാൽ ഇത് ദഹനം മന്ദഗതിയിലാക്കാനും ശരീരം പഞ്ചസാര ആഗിരണം ചെയ്യുന്ന നിരക്ക് കുറയ്ക്കാനും ശരീരം പുറത്തുവിടുന്ന ഇൻസുലിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. അതുപോലെ തന്നെ പ്രമേഹത്തിന് ഏറെ ഗുണകരമാണ് ചെറുപയർ മുളപ്പിച്ചതാണ് ഏറെ ഗുണകരം. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പരിചയപ്പെടാം. ഇതാണ് പേൾ മില്ലറ്റ്. കമ്പം, ബജ്ര എന്നീ 2 പേരുകളിൽ ഇത് അറിയപ്പെടുന്നതാണ്. ഇരുമ്പ്, സിങ്ക്, മഗ്നീഷ്യം, കോപ്പർ എന്നീ ധാതുക്കൾ ധാരാളം അടങ്ങിയതിനു പുറമെ കൂടി ഊർജ്ജദായക ശേഷിയും ഈ ധാന്യം പ്രദാനം ചെയ്യുന്നു. ഇനിയുള്ളതാണ് യവം റൈസ്. ഇത് കുറച്ച് കഴിച്ചാൽ തന്നെ വിശപ്പ് മാറുന്നതാണ്. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ്. ദഹനത്തെ ഇംപ്രൂവ് ചെയ്യാനും ശരീരഭാരം കൂടുന്നത് നിയന്ത്രിക്കാനും കഴിയും. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 പിടി പേൾ മില്ലറ്റ് എടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 1/2 കപ്പ് വരും. ഞാൻ ഇന്നത്തെ കഞ്ഞി റെസിപ്പി ചെയ്യുന്നത് പേൾ മില്ലറ്റ് വെച്ചിട്ടാണ്. ഇതിനു പകരം യവം റൈസ് അതുമല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പും ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ കൂടി മറക്കാതെ പ്രസ് ചെയ്തേക്കണം. നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച ചെറുപയറും ഉലുവയും ചേർത്ത് കൊടുക്കാം. ശേഷം കഴുകിയെടുത്ത പേൾ മില്ലറ്റും ചേർക്കാം. പിന്നെ വേണ്ടത് 3 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പുമാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കണക്കിൽ പാകം ചെയ്തെടുത്താൽ ഒരാൾക്കുള്ള 2 നേരത്തെ ഭക്ഷണമാണ്. അതുപോലെ തന്നെ ഉച്ചയ്ക്കും രാത്രിയിലും കഴിക്കുന്നതാണ് ഏറെ ഉത്തമം. ഇനി നമുക്ക് മൂടി വെച്ച് പാകം ചെയ്തെടുക്കാം. കുതിർത്തെടുത്ത പേൾ മില്ലറ്റ് ആണെങ്കിൽ 1 വിസിൽ മാത്രം മതിയാകും. കുതിരാത്ത മില്ലറ്റ് കുക്ക് ചെയ്യുകയാണെങ്കിൽ 3 വിസിൽ വരെ കൊടുത്ത് പാകം ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.